തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര വിജയം നേടിയ ശേഷം നഗരസഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്ത് BJP പ്രവർത്തകർ. ശ്രീ പത്മനാഭസ്വാമിയെ വണങ്ങിയ ശേഷമാണ് കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. വികസിത അനന്തപുരി സാധ്യമാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്ന് സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിൽ ചരിത്ര വിജയം നേടിയാണ് BJP ഭരണപക്ഷത്തേക്ക് എത്തിയത്. ആ ചരിത്ര വിജയം ആഘോഷമാക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരും പ്രവർത്തകരും കൗൺസിലർമാരും. നഗരസഭയിലേക്ക് വിജയിച്ച 50 കൗൺസിലർമാർ ആദ്യം എത്തിയത് ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രനടയിലേക്കാണ്. വിജയം ശ്രീ പത്മനാഭന് കൗൺസിലർമാർ സമർപ്പിച്ചത് തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ നേതൃത്വത്തിൽ. തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ തുടക്കമാകും ഇനി അനന്തപുരി കാണുകയെന്ന് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പറഞ്ഞു. ഞങ്ങൾ മാത്രം BJP മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഒന്നാകെ സന്തോഷിക്കുന്നു. അതുമാത്രമല്ല, രാജ്യത്തിലെ ജനങ്ങൾ ഈ തിരുവനന്തപുരം, ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഈ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം, ഈ അനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണ്, ഇവിടെ BJPയുടെ ഭരണം വന്നത് ഈ നാടിൻ്റെ ഐശ്വര്യമാണ്, ഈ നാടിൻ്റെ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുവാനുള്ള പ്രയാണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് എല്ലാവരുടെയും സന്തോഷം. നഗരസഭയിൽ മാറാത്തത് ഇനി മാറുമെന്ന് R. ശ്രീലേഖയും പറഞ്ഞു. പ്രതീക്ഷകളെല്ലാം സഫലമാകും. കാരണം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഉറപ്പോടുകൂടിയാണ്. കുറച്ച് വാഗ്ദാനങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാലിക്കാനുള്ള മനസ്ഥിതിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ടാകും. വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടും. ജനങ്ങൾക്കും സമൂഹത്തിനും തിരുവനന്തപുരത്തിനും നന്മ ഉണ്ടാകും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ മെഴുകുതിരിയും കത്തിച്ചാണ് സത്യപ്രതിജ്ഞയ്ക്കായി കൗൺസിലർമാർ എത്തിയത്. പാളയത്ത് നിന്ന് ആരംഭിച്ച പദയാത്രയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറ്റ് സംസ്ഥാന നേതാക്കളും പങ്കെടുത്തു. തിരുവനന്തപുരം നഗരത്തിൽ വികസിത അനന്തപുരി സാധ്യമാക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. എത്രയോ കൊല്ലമായി അധ്വാനിച്ച ഒരു ലക്ഷ്യം ഞങ്ങൾക്ക് ഇന്ന് ജനങ്ങൾ തന്നു, ഒരു അവസരം തന്നു. ഇനി വരാൻ പോകുന്ന കാലത്ത് ഞങ്ങൾ ജനങ്ങളെ സേവിക്കും. വികസിത തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിന് അതിനുവേണ്ടി അധ്വാനിക്കും. 24 മണിക്കൂർ 365 ദിവസം ഇന്ന് അധ്വാനം തുടങ്ങും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മുന്നേറ്റം അനന്തപുരിയിൽ സാധ്യമായതോടെ BJPയുടെ ആത്മവിശ്വാസവും ഉത്തരവാദിത്വവും വർദ്ധിച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.